അൽഫാം ക്യാൻസറിന് കാരണമാകുമോ? കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയാണ് ഈ ഒരു കാര്യം. നടൻ സുധീർ സുകുമാരൻ അൽഫാമാണ് തനിക്ക് ക്യാൻസർ വരാൻ കാരണമെന്ന് പറഞ്ഞതോടെയാണ് ഈ ചർച്ചകൾക്കെല്ലാം തുടക്കമായത്. അൽഫാം രോഗകാരണമല്ല എന്ന നിഗമനത്തിലാണ്. പക്ഷേ ഡോക്ടർമാർ കുടൽ ക്യാൻസർ ഉണ്ടാക്കാൻ മറ്റ് പല കാരണങ്ങളും ഉണ്ട് എന്ന് ഡോക്ടർമാർ വിശദീകരിക്കുന്നുമുണ്ട്. വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുമ്പോൾ അത് കഴിക്കുന്നവർക്കും ക്യാൻസർ വരുന്നുണ്ട് എന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഡോക്ടർ രാജീവ് ജയദേവൻ നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. ഡോക്ടർ, സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ അൽഫാം കഴിച്ചതുകൊണ്ടാണ് ഇങ്ങനെ രോഗാവസ്ഥ ഉണ്ടായി എന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതിന് പിന്നാലെ എന്താണ് അതിൻ്റെ ശാസ്ത്രീയത എന്നത് വളരെ പ്രധാനമാണല്ലോ. ഡോക്ടർമാർക്ക് പറയാനുള്ളത് എന്താണ് ഇക്കാര്യത്തിൽ എന്നത് കേൾക്കാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. അങ്ങേക്ക് ഈ വിഷയത്തിൽ ഏത് തരത്തിൽ ശാസ്ത്രീയമായ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയും? കുടൽ ക്യാൻസർ എന്നാൽ കൊളോറെക്ടൽ ക്യാൻസർ എന്നാണ് അതിന്റെ അർത്ഥം. അതിന് അനവധി കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു പോളിയോ രോഗം എടുക്കുകയാണെങ്കിൽ അത് പോളിയോ വൈറസ് മൂലം മാത്രമാണ് ഉണ്ടാകുന്നത്, മറ്റൊരു കാരണം അതിന് ഉണ്ടാകുന്നില്ല. നേരെ മറിച്ച് ക്യാൻസർ, പ്രത്യേകിച്ചും കുടൽ ക്യാൻസറിന് ഇങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരൊറ്റ കാരണം അതിനെ കണ്ടെത്തിയിട്ടില്ല. മറ്റ് ഹൃദ്രോഗത്തെ പോലെ തന്നെ അനവധി ഘടകങ്ങൾ ഒരുമിച്ചുണ്ടാകുമ്പോഴാണ് ഈ രോഗങ്ങൾ കൂടുതൽ കണ്ടുവരുന്നത്. അതിന് റിസ്ക് ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ റിസ്ക് ഫാക്ടേഴ്സ് എന്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള മദ്യപാനം, പുകവലി, അതുപോലെ ശരീരത്തിൽ നമ്മൾ അറിയാതെ ഇരിക്കുന്ന ചില ജനറ്റിക് മ്യൂട്ടേഷൻസ്, നമ്മുടെ DNA ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, അത് നമുക്കറിയാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ കുടുംബ പാരമ്പര്യം, അതായത് ചിലരുടെ കുടുംബങ്ങളിൽ ക്യാൻസറിന്റെ അതിപ്രസരം ഉണ്ടായിരുന്നിരിക്കാം. അതെല്ലാവരും അറിയണമെന്നോ അറിയിക്കണമെന്നോ എന്നില്ല. അതുപോലെ തന്നെ പ്രായം, അതുപോലെ തന്നെ പുരുഷന്മാർ, അതായത് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും 20% ഈ ക്യാൻസറിന്റെ സാധ്യത കൂടുതലാണ്. ഇങ്ങനെ അനേകം ഘടകങ്ങൾ. പിന്നെ ഡയറ്റിലെ ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ റെഡ് മീറ്റിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം, പ്രോസസ് മീറ്റ്, അതായത് സോസേജ്, ബേക്കൺ മുതലായിട്ടുള്ള പ്രോസസ് മീറ്റിന്റെ ഉപയോഗം, ഇതൊക്കെ ഘടകങ്ങളാണെങ്കിലും ഇതിന്റെയൊക്കെ അനുപാതം നോക്കുകയാണെങ്കിൽ 1 to 1.2 ആയിട്ടാണ് നമ്മൾ കാണുന്നത്. 1.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുകവലിയും ലങ് ക്യാൻസറും തമ്മിൽ നോക്കുകയാണെങ്കിൽ 15-30 മടങ്ങൊക്കെയാണ്. നേരെമറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഘടകങ്ങളൊക്കെ 1-1.25 വരെ പോകുന്നുള്ളൂ. എന്ന് വെച്ചാൽ വളരെ ചെറിയ റിസ്ക് ആണ് ഇതിനകത്ത് കാണുന്നത്. പക്ഷേ ഡോക്ടർമാർ പൊതുവേ നമ്മൾ രോഗികളോട് പറയാറുള്ളത്, അല്ലെങ്കിൽ പൊതുജനങ്ങളോട് പറയാറുള്ളത്, ഒരു ബാലൻസ് ലൈഫ് സ്റ്റൈലാണ് എല്ലാം കൊണ്ടും നല്ലത്. അതായത് ഏതെങ്കിലും ഒരു ഘടകം വളരെ അമിതമാണ്. ഡോക്ടർ രാജീവ് ജയദേവനാണ് മറുപടി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ എന്തൊരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. അങ്ങയുടെ ശബ്ദം ഒന്ന് മുറിഞ്ഞു പോരുന്നത്, അതുകൊണ്ടാണ് ഇടപെട്ടത്. അങ്ങേ കേൾക്കാമെങ്കിൽ ഈ അൽഫാമുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. അൽഫാം എന്ന ഭക്ഷണ വസ്തു അത് പ്രത്യേകമായി അങ്ങനെ പരിഗണിക്കപ്പെട്ടുണ്ടോ? ഇങ്ങനെ കാരണമാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു നടൻ പറയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആരെങ്കിലും പറഞ്ഞ വിവരമായിരിക്കാം, പൊതുവായി ഒരു നല്ല കാര്യം എന്ന നിലയിൽ പറഞ്ഞ ഇത് ശ്രദ്ധിക്കണം എന്ന അർത്ഥത്തിലായിരിക്കാം അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ ശാസ്ത്രീയത അങ്ങ് വിശദീകരിച്ച പോലെ തന്നെ ഇതിൻ്റെ അനുപാതമൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുമാണ്. ഈ അൽഫാം എന്ന ഭക്ഷണത്തിലേക്ക് വന്നാൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായ ഒരു സാധ്യത കണ്ടിരുന്നോ? അങ്ങനെ ഒരു ആശങ്കയ്ക്ക് കാരണമില്ല. അതിന് കാരണം ഞാൻ പറയാം. അൽഫാം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗ്രിൽ മീറ്റ് ആണ്. ഗ്രിൽ മീറ്റ് ലോകമെമ്പാടും സെഞ്ചുറീസ് ആയിട്ട് മനുഷ്യൻ കഴിക്കുന്ന ഒരു ഭക്ഷണം തന്നെയാണ്. നമ്മുടെ തന്തൂരി ചിക്കൻ പോലും ഒരു തരം ഗ്രിൽ മീറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഗ്രിൽ മീറ്റ് അത് കരിച്ചു കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് കെമിക്കൽസ് കൂടുതൽ ഉണ്ടാകും എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ കെമിക്കൽസ് ക്യാൻസറിന് കാരണമാകുമോ എന്നുള്ളത് കണ്ടെത്തിയിട്ടില്ല. ഇനി അഭ്യൂഹങ്ങൾ ധാരാളമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും സെർച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ അഭ്യൂഹങ്ങളെ എല്ലാം ക്രോഡീകരിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ അമിതമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. പ്രത്യേകിച്ചും ഈ അമിതമായിട്ടുള്ള ഇറച്ചി കഴിക്കുന്നവർക്കുള്ള മറ്റൊരു ശീലമുള്ളവർ കൂടുതലും പുകവലിച്ചെന്നിരിക്കാം, ചിലർ മദ്യപിച്ചെന്നിരിക്കാം. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ പല മാറ്റങ്ങളും ഉണ്ടായിരുന്നിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ക്യാൻസർ സാധ്യത കൂടിയെന്നിരിക്കാം. ഇനി അതുപോലെ തന്നെ വെജിറ്റേറിയൻ ആണെന്ന് വെച്ചിട്ട് എനിക്ക് ക്യാൻസർ വരില്ല എന്നാരും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ലക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അല്ലാതെ നമ്മൾ ഒരു പ്രത്യേക ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്തുകൊണ്ട് മാത്രം, അത് ഒരു പ്രത്യേകതരം ലൈഫ് സ്റ്റൈൽ ഉള്ളത് കൊണ്ട് മാത്രം ക്യാൻസർ വരില്ല എന്ന് ആരും ചിന്തിക്കരുത്. ക്യാൻസർ ആർക്കും പിടിപെടാവുന്ന രോഗമാണ്. പൊതുവെ അൺകോമൺ ആണ്. എങ്കിലും തെറ്റിദ്ധാരണകൾ കഴിവതും ഒഴിവാക്കുക. മാത്രമല്ല, ക്യാൻസർ രോഗികളോട് പലരും പല പരാമർശങ്ങൾ നടത്താറുണ്ട്. അയൽക്കാർ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കാം, ബന്ധുക്കൾ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കാം. അതൊക്കെ കേട്ട് രോഗി പലപ്പോഴും പല തെറ്റിദ്ധാരണകൾക്കും അടിമപ്പെടാറുണ്ട്. ചിലപ്പോൾ നിരാശ ഉണ്ടാകുന്നിരിക്കാം, ചിലപ്പോൾ റിഗ്രറ്റ് ഉണ്ടായിരുന്നിരിക്കാം. ഞാൻ അങ്ങനെ ചെയ്തു പറഞ്ഞതുപോലെ തന്നെ ഈ തെറ്റിദ്ധാരണ പലർക്കും ഒരു ഘടകമായി വരാറുണ്ട്. ഇപ്പോഴെന്തായാലും പറയുന്നത് അൽഫാമാണ് തനിക്ക് ക്യാൻസർ വന്നതിന്റെ കാരണം എന്നൊരു നടൻ പറയുന്ന കാര്യമാണ്. അപ്പോൾ താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവരിലും ക്യാൻസർ വരുന്നുണ്ട്. അപ്പോൾ അതേ ഒരു സാധ്യത തന്നെയാണോ അൽഫാം കഴിക്കുന്ന ഒരു വ്യക്തിയിലും വരുന്നത്?
തീർച്ചയായും ഇത് പല പഠനങ്ങളും ഈ വെജിറ്റേറിയൻസിനെയും നോൺ വെജിറ്റേറിയൻസിനെയും കമ്പയർ ചെയ്തിട്ടുള്ള വലിയ വലിയ പഠനങ്ങളാണ് യൂറോപ്യൻ ജേർണൽ ഓഫ് പബ്ലിക് ഹെൽത്തിലും അതുപോലെ നേച്ചർ സയന്റിഫിക് റിപ്പോർട്ട്സിലെല്ലാം വലിയ വലിയ പഠനങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം മീറ്റ് 100% സേഫ് ആണെന്നല്ല, മറ്റെല്ലാ ഘടകങ്ങളെയും പോലെ അമിതമായിട്ട് കഴിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ മീറ്റിന്റെ റെഡ് മീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ റേഷ്യോ 1.2 ആണ്. അത് വളരെ ഹൈ ആയിട്ട് നമ്മൾ കാണേണ്ടതില്ല. പുകവലിയും ലങ് ക്യാൻസറും ആണെങ്കിൽ 15-30 മടങ്ങാണ് അതിന്റെ ഇരട്ടി റിസ്ക് വരുന്നത്. അതുകൊണ്ട് എല്ലാം നമ്മൾ അതിന്റെ പെർസ്പെക്റ്റീവിൽ കാണണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അമിതമായിട്ടുള്ള ആശങ്കയ്ക്ക് കാരണമില്ല. ശരി, തീർച്ചയായിട്ടും ഡോക്ടർ രാജീവ് ജയദേവനാണ് ഇത്രയും സമയം ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അടുത്തതായി നമുക്കിപ്പം ഷെഫ് നളൻ കൂടി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു പാചക രീതിയെക്കുറിച്ചൊക്കെ കൂടുതൽ വ്യക്തമായി അദ്ദേഹത്തിനായിരിക്കും പറഞ്ഞു തരാൻ കഴിയുക. ശ്രീ ഷെഫ് നളൻ, ഇപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ, ഇത് ഇപ്പോൾ ആദ്യമായല്ല, ചില ഭക്ഷണവുമായി ബന്ധപ്പെട്ടൊക്കെ ശരിയായതും തെറ്റായതുമായ വിവരങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കാറുണ്ട്. ഇപ്പോൾ ഒരു നടൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ്. അദ്ദേഹം വളരെ പോസിറ്റീവായി ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കാം അദ്ദേഹത്തിന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നേരത്തെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഇത് തയ്യാറാക്കുമ്പോൾ ഒരു അപകടകരമായ സാഹചര്യത്തിലേക്ക് പോയേക്കാം ആരോഗ്യം എന്ന നിലയിൽ കാണേണ്ടതുണ്ടോ? ഇപ്പോൾ ഡോക്ടർ പറയുന്നത് ശാസ്ത്രീയമായി അങ്ങനെ കണക്കുകളൊന്നും കാണുന്നില്ല. എല്ലാ ഭക്ഷണവും കഴിക്കുമ്പോൾ സ്വാഭാവികം നമ്മൾ ശ്രദ്ധ വേണ്ട തരത്തിൽ ശ്രദ്ധ വേണം. അല്ലാതെ ക്യാൻസർ രോഗം വരുന്നവരുടെ ആകെ അനുപാതം എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ വളരെ ചെറിയ അളവിൽ മാത്രമാണ് പലയിടത്തും പ്രതിഫലിക്കുന്നത് എന്നാണ്. താങ്കളുടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? നമസ്കാരം. എനിക്ക് പറയാനുള്ളത് ബേസിക്കലി എന്താണ് അൽഫാം എന്ന് അറിയാവുന്ന ഒരാളാണോ ഇത് പാചകം ചെയ്യുന്നത്? നമ്പർ 1. നമ്പർ 2, അതിന്റെ മാരിനേഷൻ മെത്തേഡൊക്കെ കറക്റ്റ് ആയിട്ട് ആരെങ്കിലും ഈ ചെയ്യുന്ന ആളെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന കേരളത്തിൽ അൽഫാം കുക്ക് ചെയ്യുന്നത് ഏതെങ്കിലും രീതിയിൽ ട്രെയിനിങ് കിട്ടിയ ഒരു മാസ്റ്ററോ ഇല്ലെങ്കിൽ ഷെഫോ കുക്കോ ആണോ എന്ന് നിങ്ങൾ ആദ്യം വിലയിരുത്തുക. അറേബ്യൻ നാടുകളിൽ നടക്കുന്നതിന്റെ ഒരു കോമാളിത്തരമാണ് ഇവിടെ ആൾക്കാർ കാട്ടിക്കൂട്ടുന്നതെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. നമ്പർ 1. കാരണം ഇതിനൊക്കെ ശാസ്ത്രീയപരമായ രീതിയിലാണോ ഇതിനെ കുക്ക് ചെയ്യുന്നത്? നമ്മളൊരു ചിക്കനെ എടുത്തിട്ട് എന്നെ കണ്ടിട്ട് മോഹൻലാൽ എന്ന് വിളിക്കുന്ന കണക്കാണ് ഇവിടുത്തെ അൽഫാമിനെയും ഷവർമയും ഷവായിയൊക്കെ എനിക്ക് വിളിക്കാനുള്ളത്. നിങ്ങൾ ഗൾഫിലുള്ള മലയാളികളുടെ അടുത്ത് ചോദിക്കുക, ഈ കാണുന്ന ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത് കറക്റ്റായ രീതിയിലാണോ? ബാർബിക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് താങ്കൾക്കറിയാമോ? വാട്ട് ഈസ് ബാർബിക്യൂ? നമ്മളെ വിചാരം എന്തെങ്കിലുമൊക്കെ മസാല ഇട്ടിട്ട് അടുപ്പിലോട്ടിട്ട് ചുട്ടു തിന്നുന്നതാണ് ബാർബിക്യൂ. ബാർബക്യൂ എന്ന് പറയുന്ന മെക്സിക്കൻ അല്ലെങ്കിൽ ക്യൂബൻ വേർഡ് എന്ന് പറയുന്നത് തന്നെ സ്ലോ കുക്കിംഗ് എന്നാണ് അർത്ഥം. ഇവിടെ ആർക്കാ ക്ഷമയുള്ളത്? ബേസിക്കലി ഇതെല്ലാം കുക്ക് ചെയ്ത് കഴിക്കുന്നതിനൊരു സ്ലോ പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിലാണോ ഇവിടെ കുക്ക് ചെയ്യുന്നത്? താങ്കളൊന്ന് വിലയിരുത്തി നോക്കുക. ഇവിടെ ക്യാൻസർ ഉണ്ടാവുന്ന കാര്യം പറയുന്നത് 3-ൽ 1 രോഗിയാണ്, അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്പർ 2, സ്മോക്കിങ്ങിനേക്കാൾ കൂടുതൽ ഷുഗർ കഴിച്ച് മരിച്ച ആൾക്കാരാണ് നമ്മളെ ഇന്ത്യയിലും കേരളത്തിലും. അപ്പം സ്വാഭാവികമായി പാചക രീതിയാണ് പലപ്പോഴും പ്രശ്നമായി വരുന്നത്. പല ഇടങ്ങളിലും കൃത്യമായ രീതിയിൽ പാകം ചെയ്യാതെയാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ദോഹയിൽ നിന്നും അജേഷ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അജേഷ് പറയൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. പറഞ്ഞോളൂ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ അറിയേണ്ട 2-3 കാര്യങ്ങൾ. അതായത് എനിക്ക് ഫാമിലി മെമ്പേഴ്സിന്റെ 2-3 പേര് പ്യൂർ വെജിറ്റേറിയൻസ് ആണ്. അവർ വീട്ടിൽ നിന്ന് മാത്രം, അതായത് ഓക്കെ. അപ്പം ഈ ഹോട്ടൽ ഫുഡ്സിൽ അവരെ ശ്രദ്ധിക്കുന്നില്ലെന്നുള്ള 100% ഷുവറാണ്. കാരണം വെച്ചാൽ അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. അപ്പൊ അതിൽ എണ്ണ നല്ലതാണെന്നുണ്ടെങ്കിലും നമ്മുടെ കുക്കിങ്ങിന്റെ രീതി ഒന്നും നോക്കത്തില്ല എന്നുള്ള 100% ഷുവറാണ്. അപ്പൊ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ 100% അസുഖം വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷെ ഇതിന്റെ പ്രതിവിധികൾ, അതായത് നമ്മളിപ്പം വീട്ടിലാണെങ്കിൽ തന്നെ ഈ കുക്കിങ്ങിന്റെ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാത്രങ്ങൾ ഉപയോഗിക്കേണ്ടത് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ചൂട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഈ അടുത്തിടയ്ക്ക് ഇട്ട് ചായ ചൂടായിട്ട് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ക്യാൻസറിന്, അതായത് ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ക്യാൻസറിന് ഘടകമാവും എന്ന് പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണ്? അത് നമുക്ക് ഇതൊന്ന് പറയാൻ പറ്റുമോ? എന്ന് ഇല്ല, നേരത്തെ ഡോക്ടർ വിശദീകരിച്ചതനുസരിച്ചാണെങ്കിൽ പുകവലി, മദ്യപാനം അടക്കമുള്ള അത് മൂലമുണ്ടാകുന്ന ക്യാൻസർ അത് 15% വരെയൊക്കെ ആണെങ്കിൽ ഭക്ഷണം അതുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള ഘടകങ്ങളിൽ നിന്ന് വരുന്നത് 1% അല്ലെങ്കിൽ 1.5 ആണ്. ക്യാൻസറിന് അങ്ങനെ പ്രത്യേകമായ ഒരു കാരണം, ഇപ്പോൾ കുടലിലെ ക്യാൻസറുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ചകളൊക്കെ വന്നത്, അങ്ങനെ പ്രത്യേകമായ ഒരു കാരണം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. പല സാഹചര്യങ്ങളുണ്ട്. അത് ജനറ്റിക്കലായ സാഹചര്യങ്ങളുണ്ടായിരിക്കാം, മറ്റെന്തെങ്കിലും ശാരീരിക അവസ്ഥകൾ കൊണ്ടായിരിക്കാം. അങ്ങനെ പല സാഹചര്യങ്ങൾ കൊണ്ട് ഈ രോഗം വരുന്നുവെന്നാണ്. ശാസ്ത്രീയമായി ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ ക്യാൻസർ വരും എന്ന കാര്യത്തിൽ ഒരു തെളിവില്ല എന്നാണ് ഡോക്ടർ നേരത്തെ വിശദീകരിച്ചത്. നന്ദി, താങ്കളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ശ്രീ ഷെഫ് നളൻ, താങ്കൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ശരിയായ രീതിയിലാണോ? അതേക്കുറിച്ച് പറയേണ്ടത് ഏറ്റവും പ്രധാനമായി താങ്കളെപ്പോലെ തന്നെ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളാണ്.
മോശം ഭക്ഷണം പലയിടത്തും വിളമ്പുന്നുണ്ട്, മോശം എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങ് തന്നെ ചൂണ്ടിക്കാണിച്ചു, ഈ വിദേശത്ത് ചെയ്യുന്ന, ഇത് യഥാർത്ഥത്തിൽ ഏത് നാട്ടിലാണോ ഉള്ളത് അവിടെ ചെയ്യുന്ന രീതിയുമായി ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ കഴിയാത്ത തരത്തിലാണ് ഇപ്പോൾ മോഹൻലാൽ എന്ന് മറ്റൊരാളെ വിളിക്കുന്ന പോലെ ഉള്ളൂ. അത്ര മോശം സാഹചര്യത്തിൽ ഈ ഭക്ഷണങ്ങൾ ഇവിടെ ഇങ്ങനെ കുക്ക് ചെയ്യപ്പെടുകയാണോ? എന്റെ ചോദ്യം, നിങ്ങളല്ലേ അതിനെല്ലാം കാരണം വഴിയോരങ്ങളിൽ കാണുന്ന കടകൾക്ക് എന്തെങ്കിലും ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടോ? താങ്കൾ വഴിയിൽ നിന്നും ചായ വാങ്ങിച്ചു കുടിക്കുമ്പോൾ അത് ഏത് വെള്ളത്തിലാണ് ആ ചായ ഇട്ട് താങ്കൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം വാങ്ങിച്ചു കുടിക്കുമ്പോൾ, കാരണം നേരത്തെ ഡോക്ടർ പറഞ്ഞു ക്യാൻസറിന്റെ കാരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഗട്ടല്ലേ താങ്കൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം. ഇന്നിപ്പോ കേരളത്തിൽ ഷൂസ് റോഡിൽ വിൽക്കണം, ഫ്രൂട്ട്സ് ഷോറൂമിലും വിൽക്കണം. നേരെ മറിച്ച് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഫ്രൂട്ട്സ് റോഡിലും ഷൂസ് ഷോറൂമിലും അല്ലേ വിൽക്കുന്നത്? അതാണോ ഇവിടുത്തെ രീതി? അങ്ങനെയുള്ള നമ്മൾ മലയാളികൾ ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, ഒരു പഴംപൊരി 12 രൂപ തൊട്ട് 15 രൂപയാണ് വെളിച്ചെണ്ണയിൽ പൊരിച്ചാൽ വിൽക്കാൻ ഒരു വിൽപ്പനക്കാരന് കരുതുക. അങ്ങനെ വിറ്റാൽ ആ വിൽപ്പനക്കാരനെ നിങ്ങൾ വെച്ചു പറപ്പിക്കുമോ? അപ്പോഴേ കത്തി വിലയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കട പൂട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അടിസ്ഥാനപരമായി ഒരു ജനറൽ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് പ്രൈസിങ് ഉണ്ടായാൽ എല്ലാവർക്കും മനസ്സിലാവും ഇതിനൊരു കോസ്റ്റ് ഉണ്ടാവും. താങ്കൾക്ക് ഒരു സംശയം ഞാൻ ചോദിക്കാം. 1 കിലോ പോത്തിറച്ചി വാങ്ങിക്കണമെങ്കിൽ, നല്ല പോത്തിറച്ചി വാങ്ങിക്കണമെങ്കിൽ 450 രൂപ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ 100 ഗ്രാം ഇറച്ചിയെങ്കിലും കഴിക്കാൻ തരുന്ന താങ്കൾക്ക് ഞാൻ 80 രൂപയ്ക്കോ 60 രൂപയ്ക്കോ 100 രൂപയ്ക്കോ എങ്ങനെ തരാൻ പറ്റും? സിമ്പിൾ ലോജിക്കലി ചിന്തിക്കുക. വഴിയിൽ 3 രൂപ കടികളും 5 രൂപ കടികളും കാണുമ്പോൾ ചിന്തിക്കേണ്ടത് എങ്ങനെ വിൽക്കാൻ പറ്റുന്നു അവർക്ക്. അപ്പൊ നമ്മൾ ബഹിഷ്കരിക്കണം. നമുക്ക് വിജ്ഞാനവും വിവരവും ഉണ്ട്. ഇവിടുത്തെ 1700 സ്കൂളുകളിൽ ഒരു കേരള ക്യുസീനുള്ള ക്യാൻറ്റീൻ ഉണ്ടോ? ഒരു കേരളീയൻ വിഭവം ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ടോ? വരുന്ന വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇനി വരാൻ പോകുന്നത് AI-യുടെ കാലം കഴിയുമ്പോൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് അവർക്ക് എന്ത് ഭക്ഷണം കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്ന രീതിയിലേക്ക് കാലഘട്ടം മാറും. ഈ അൽഫാമോ ഷവായോ ഷവർമയോ ഒന്നുമല്ല. നമ്മൾ സെലക്ട് ചെയ്യുന്ന കടകളിൽ നമ്മൾ അവിടെ ഉണ്ടാക്കുന്ന പാക്കറ്റ് ഫുഡുകളായാലും പൊടികളായാലും എന്തായാലും വരുന്ന ഹോട്ടലുകാരെ, ഇപ്പൊ താങ്കൾ എന്നോട് ചോദിച്ചു ഇത് ഞാനല്ലേ പറയേണ്ടതെന്ന്. ഞാനല്ല പറയേണ്ടത്. താങ്കൾ ചൂസ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടാണോ? വഴിയിൽ നിന്നും ദോശയും കാര്യങ്ങളും വാങ്ങിച്ചു പോകുമ്പോൾ താങ്കൾ ചിന്തിക്കണം അവർക്ക് എന്ത് ഹൈജീൻ ഉണ്ടെന്ന്. ആ വെള്ളത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ജീവൻ തന്നെ വെള്ളത്തിൽ നിന്ന് തുടങ്ങിയെന്ന ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പൊ വെള്ളത്തിന് പണ്ട് എന്റെ കുട്ടിക്കാലത്ത് വഴിയിലെ പൈപ്പ് പൊക്കി വെള്ളം കുടിക്കാം. ഇന്ന് കുടിക്കാൻ പറ്റുമോ? സ്വാഭാവികമായും ഫുഡ് കൾച്ചർ എഡ്യൂക്കേറ്റ് ചെയ്യണം. എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് കുക്കിംഗ് എന്നുള്ളത് ആൾക്കാർക്ക് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൂടെ പഠിപ്പിക്കണം. അതല്ലാണ്ട് ഏതെങ്കിലും നാട്ടിൽ നിന്ന് വരുന്ന അതുപോലെ തന്നെ ഒരുപാട് കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന്, ക്യാൻസർ എന്നല്ല പല രീതിയിലും നമ്മുടെ ആരോഗ്യത്തിന് ദോഷമായി ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു അൽഫാമാണ് ക്യാൻസറിന് കാരണമെന്നൊരു നടൻ പറഞ്ഞതിന് പിന്നാലെയാണ് ഈ അൽഫാമിനെതിരെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും വിഷയങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭക്ഷണ രീതിയെക്കുറിച്ച് താങ്കൾ തന്നെ പറഞ്ഞു, അൽഫാം ഉണ്ടാക്കുന്നത് വിദേശ നാടുകളിൽ ഉണ്ടാക്കുന്ന പോലെ കൃത്യമായ രീതിയിൽ പാകം ചെയ്ത് അല്ല ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കുന്നത് എന്ന്. അപ്പോൾ എന്തൊരു നിർദ്ദേശമാണ് അതിനായി വെക്കാനുള്ളത്? ബേസിക്കലി ഇവിടുത്തെ ഹോട്ടൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഇല്ലെങ്കിൽ ഹോട്ടൽ അസോസിയേഷൻ ഇവിടുത്തെ ഫുഡ് ആൻഡ് സേഫ്റ്റി ആയിട്ട് ചേർന്നിട്ട് ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണം. കാരണം ഇവിടെ വരുന്ന ജനങ്ങൾ, ഇപ്പൊ ആരെങ്കിലും, ഇപ്പൊ താങ്കളെ പോലത്തെ ഒരു വ്യക്തിത്വം എന്റെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ താങ്കൾ ഒരു ഡോക്ടറെ കാണാൻ വരുന്നതിനേക്കാൾ, കാരണം താങ്കളുടെ ജീവൻ നിലനിൽക്കാനുള്ള ഭക്ഷണം ഒരുക്കി തരുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തുമാത്രമാണോ ഒരു ഹോസ്പിറ്റൽ നോക്കുന്നത് അതേപോലെ ക്ലിനിക്കലായിട്ടായിരിക്കണം ഇവിടെ ഇൻഗ്രീഡിയൻസ് ചെയ്യുന്നത്. ഇവിടെ കഴുകി ഉണക്കി പൊടിച്ച മുളക് പൊടിയിലാണോ നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്തു തരുന്നത്? ഞാൻ ഏതെങ്കിലും ഒരു ചിക്കൻ എടുത്ത് കുറച്ച് പെരി സോസും എടുത്ത് കുറച്ച് ബാർബിക്യൂ സോസും തേച്ച് കുറച്ച് ചീസും തേച്ച് എലിയെ പിടിക്കാൻ തേങ്ങയ്ക്കകത്ത് വിഷവും തേച്ച് പിടിച്ചിരിക്കുന്ന കണക്കാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങൾ എലിയെ പോലെ ചെല്ലുന്നു, അതിനകത്ത് അട്രാക്റ്റ് ആവുന്നു, ചാടി വീഴുന്നു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ക്യാൻസർ വന്നത് കാരണം സ്ഥിരമായി താങ്കൾ ഏതെങ്കിലും ഒരു പാക്കറ്റ് ഫുഡ് കഴിക്കൂ. ഈ പറയുന്ന ചാനൽ ഇരിക്കുന്ന ആരാണെങ്കിലും ഞാൻ ചലഞ്ച് ചെയ്യാം, നിങ്ങൾ ഒരു പാക്കറ്റ് ഫുഡോ ഇതേ കണക്കത്തെ കെമിക്കൽ റിലേറ്റഡ് ഫുഡോ സ്ഥിരമായി 1 മാസം കഴിക്കൂ, നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നിരിക്കും. ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ ഹോസ്പിറ്റൽസും മെഡിക്കൽ കോളേജസും ഉള്ള കേരളം എന്ന് നമ്മൾ അഭിമാനപ്പെടുന്നു. അതൊരു അഭിമാനമാണോ? അത്രയും അഭിമാനിക്കാനുണ്ടോ ഹോസ്പിറ്റലുകൾ തലയിൽ ചുമന്നിട്ട്?
കാരണം നമ്മൾ അത്രയും രോഗികളായി മാറുകയാണ്. ഡോക്ടേഴ്സ് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ആഹാര രീതി നോക്കണം. ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ തന്നെ ആദ്യം ഡോക്ടർ എന്താ ചോദിക്കുക, എന്താ ഇന്ന് കഴിച്ചേ? നമ്മളെ തൊടാൻ വരുന്നവരടുത്ത് നമ്മൾ എന്താ ചോദിക്കുക? ഗട്സ് ഉണ്ടെങ്കിൽ ജീവിത രീതി തന്നെയാണ്, ഭക്ഷണക്രമം തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിൽ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്നത്.